ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. അലമാരയുടെ മുകളിൽ കയറിയിരിക്കുന്ന മീനാക്ഷിയെ കണ്ട് ചിരിക്കുകയാണ് കാർത്തി. എൻ്റെ ACP എന്നെ ഒന്ന് ഇറങ്ങാൻ സഹായിക്കാൻ മീനാക്ഷി പറയുമ്പോൾ താഴോട്ട് ചാടിക്കോ, ഞാൻ പിടിച്ചോളാമെന്ന് കാർത്തി പറയുന്നു. അതെ, ഇതൊക്കെ ഞാൻ സിനിമയെ കണ്ടിട്ടുള്ള, എന്നെ ഒന്ന് പിടിച്ചിറക്കിയാൽ മതിയെന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി മീനാക്ഷിയെ പിടിച്ചിറക്കുന്നു. തുടർന്ന് ഒരുക്കങ്ങളെല്ലാം നന്നായി ചെയ്തിട്ടുണ്ടെന്ന് കാർത്തി പറയുമ്പോൾ അമ്മയും സഹായിച്ചെന്ന് മീനാക്ഷി പറയുകയാണ്. ഇത് കേൾക്കുന്ന കാർത്തി മീനാക്ഷിയെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കാൻ ഒരുങ്ങുമ്പോൾ മീനാക്ഷി അവിടെ നിന്ന് ഓടുകയാണ്. തുടർന്ന് കാർത്തി മീനാക്ഷി പിടിച്ചു നിർത്തുകയും മീനാക്ഷിയുടെ കയ്യിൽ ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന മീനാക്ഷി നാണത്തോടെ കാർത്തിയെ നോക്കുകയാണ്. ഞാനൊരു പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞ് മൈഥിലി എപ്പോഴും എന്നെ കളിയാക്കുമായിരുന്നെന്ന് കാർത്തി പറയുമ്പോൾ അവളോട് പോയി പണി നോക്കാൻ പറ, യൂസ്ലെസ് എന്ന് മീനാക്ഷി പറയുന്നു. ആ വൃത്തികെട്ടവളുടെ പേര് ഇനി മേലാൽ പറഞ്ഞു പോകരുതെന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി സോറി പറയുന്നു. ACPക്ക് ഞാനില്ലേ, മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുകയാണ്, നിന്നെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ 100 ഇരട്ടി ഞാനിപ്പോൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തി മീനാക്ഷിയെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൈശാഖിന്റെ വീടാണ്. മദ്യപിച്ച് ലക്ക് കെട്ട് വൈശാഖ് വരുമ്പോൾ താരക കതക് തുറന്നു കൊടുക്കുന്നു. നീ കള്ളു കുടിച്ചിട്ടാണോ വന്നതെന്ന് താരക ചോദിക്കുമ്പോൾ കള്ളൊന്നും ഞാൻ കുടിച്ചില്ലെന്നും കുറച്ച് ബ്രാൻഡി കുടിച്ചിട്ടുണ്ടെന്നും വൈശാഖ് പറയുന്നു. നീ എന്തിനാ ഇങ്ങനെ കൂട്ടുകൂടി നടന്ന് കുടിക്കുന്നത്? നിനക്ക് കുടിക്കണമെങ്കിൽ ഒരു കുപ്പി വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കുടിച്ചാൽ പോരെ എന്ന് താരക ചോദിക്കുമ്പോൾ അതിനൊന്നും മൈഥിലി സമ്മതിക്കില്ലെന്ന് വൈശാഖ് പറയുന്നു. പെണ്ണുങ്ങളെ വരച്ച വരയിൽ നിർത്താൻ പഠിക്കണമെന്ന് താരക പറയുന്നു. എന്റെ പൊന്നുമോനെ, നീ ഇന്ന് തല്ലിയതുപോലെ അവളെ തല്ലാൻ നിൽക്കരുത്. അവളെങ്ങാനും തൂങ്ങിച്ചെത്താ നമ്മളെന്ത് ചെയ്യും? അതല്പം കടന്നുപോയെന്ന് എനിക്കും തോന്നിയതാ. പക്ഷേ ആ സിറ്റുവേഷനിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെന്ന് വൈശാഖ് പറയുന്നു. നീ പോയപ്പോൾ മുറിയിൽ കയറി കഥ കടച്ചതാ. അവൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ട് പോലുമില്ലെന്ന് താരക പറയുമ്പോൾ ഏതു നേരവും അവൾക്ക് കാർത്തിയുടെ വിചാരം മാത്രമേ ഉള്ളൂ. ഒരു തല്ല് എന്താണെങ്കിലും ആവശ്യമായിരുന്നെന്ന് വൈശാഖ് പറയുന്നു. എങ്കിലേ അത് മുളയിലേ നുള്ളണം. ഇനി എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് താരക ചോദിക്കുന്നു. ആദ്യം ആ കാർത്തികുമായിട്ടുള്ള ഇവളുടെ വിവാഹമോചനം നടത്തണം, ഇല്ലെങ്കിലേ അതാകെ പുലിവലാകും. ഇത് കേൾക്കുന്ന താരക പറയുകയാണ്, നീ അവളുടെ വിവാഹമോചനം കഴിയുന്നതുവരെയെങ്കിലും അവളെ തല്ലുന്നത് നിർത്താൻ നോക്ക്. അതിനുശേഷം ഒരു താലി കെട്ടി നീ അവളെ നിന്റെ ഭാര്യയാക്ക്. എന്നിട്ട് നീ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. അമ്മ ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട. അവളും ഞാനുമായിട്ടുള്ള പ്രശ്നം ഞാൻ തന്നെ തീർത്തോളാമെന്ന് വൈശാഖ് പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് വൈശാഖ് മുറിയിലേക്ക് പോകുമ്പോൾ ഈന ബെച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് താരക പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തി തന്നെ സ്നേഹിച്ച കാര്യവും തന്നെ കെയർ ചെയ്യുന്നതും ഒക്കെ തന്നെ ഓർത്തു നിൽക്കുന്ന മൈഥിലിയാണ്. അതേസമയം മൈഥിലിക്കുള്ള ചായയുമായിട്ട് വൈശാഖ് അങ്ങോട്ടേക്ക് വരികയാണ്. എനിക്ക് വേണ്ടെന്ന് മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുകയാണ്, സോറി, ഞാൻ നിന്നെ ഇന്നലെ തല്ലിയത് ഒരു തെറ്റ് തന്നെയാന്ന് എനിക്കറിയാം. മൈഥിലി, നീ എനിക്ക് മാപ്പ് തരണം. ഇനി എൻ്റെ അടുത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്നും വൈശാഖ് പറയുന്നു. തുടർന്ന് വൈശാഖിന്റെ കയ്യിൽ നിന്നും കോഫി വാങ്ങിയിട്ട് മൈഥിലി പറയുകയാണ്, നീ അടിച്ചത് എൻ്റെ കവിളിലാണെങ്കിലും എൻ്റെ മനസ്സിനേറ്റ മുറിവ് അത് ഇതുവരെ ഉണങ്ങിയിട്ടില്ല വൈശാഖേ. നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത് ശരിയായ തീരുമാനമാണോ എന്ന് വരെയാ ഞാൻ ഇന്നലെ രാത്രി ആലോചിച്ചത്. ഒരു പോള ഞാൻ ഇന്നലെ കണ്ണടച്ചിട്ടുമില്ല. ഇന്നു മുതൽ ഞാൻ പുതിയൊരാളായി മാറാൻ പോവുകയാണെന്നും എനിക്ക് ഒരു ജോലി കിട്ടിയെന്നും ഒരു ഡ്രൈവറായിട്ടാണെന്നും വൈശാഖ് പറയുന്നു. എനിക്കും കൂടി ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് മൈഥിലി പറയുമ്പോൾ അതിനും ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വൈശാഖ് പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിയമപരമായി നീ ഇപ്പോഴും കാർത്തിയുടെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ട് ലീഗലായി നമുക്ക് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യണം. അതിനായിട്ട് ഒരു അഡ്വക്കേറ്റിനെ കാണണം. നീ പെട്ടെന്ന് റെഡിയാകാൻ നോക്ക്. ആദ്യം അഡ്വക്കേറ്റിനെ കാണാം, എന്നിട്ട് വേണം എനിക്ക് ജോലിക്ക് കയറാൻ. ഇത് കേൾക്കുന്ന മൈഥിലി തൻ്റെ വളയും മാലയും ഊരി വെച്ചതിന് ശേഷം ഫ്രഷ് ആകാനായി പോകുമ്പോൾ അതെടുത്ത് പോക്കറ്റിൽ വെക്കുകയും എൻ്റെ ഫ്രണ്ട് വന്നെന്ന് പറഞ്ഞ് വൈശാഖ് താഴേക്ക് പോകുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മീനാക്ഷിക്ക് സമ്മാനമായി ഒരു ഡയമണ്ട് നെക്ലേസ് നൽകുകയാണ് കാർത്തി. ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.